റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ വീണ്ടും പോയാൽ കാസർഗോഡ് ഈ മുഹമ്മദ് ഹുസൈൻ പ്രതിയായ MDMA കേസിൽ ലഹരി മരുന്ന് പിടികൂടുമ്പോൾ സാക്ഷികളായി ഒപ്പുവെച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. യൂത്ത് കോൺഗ്രസ് പീഡിക്കോട് മണ്ഡലം പ്രസിഡന്റ് സുധീഷ്, വൈസ് പ്രസിഡന്റ് സന്ദീപ് ഉൾപ്പെടെ 4 പേരാണ് സാക്ഷികൾ. സമീപത്തൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ വിവരമറിഞ്ഞു പോയതാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണം. അരുൺ പൂപ്പറമ്പ് നൽകും വിവരങ്ങൾ. അപ്പോൾ അരുൺ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. ഈ ഹുസൈൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി അടുത്ത ബന്ധം മറ്റു പല യൂത്ത് കോൺഗ്രസുകാർക്കും ഉണ്ട് എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത്. അപ്പോൾ അന്വേഷണം ഇവിടെയൊന്നും നിന്നാൽ മതിയാകില്ല അല്ലേ അരുൺ പൂപ്പറമ്പ? വിനീത, ഇതിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കാസർഗോഡ് ജില്ലാതിർത്തിയായിട്ടുള്ള കാലിക്കടവിൽ നിന്ന് 139 ഗ്രാം MDMAയുമായി ഈ പ്രതികളെ പിടികൂടുന്നത്. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ചും ഇവർ മുഖ്യമന്ത്രി VD സതീശനുമായുള്ള ഇവരുടെ ബന്ധത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതികളെ ലഹരി മരുന്നുമായി പിടികൂടുന്ന ഘട്ടത്തിൽ പോലീസിന്റെ നടപടിക്രമമാണ് ഈ മെഹ്സർ തയ്യാറാക്കുക എന്നുള്ളത്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമാത്രമല്ല, ഈ സാക്ഷികളായി ഒപ്പുവെച്ചത് ഈ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളാണ്. അവർ യൂത്ത് കോൺഗ്രസ് അതിൽ നൽകുന്ന വിശദീകരണം, തൊട്ടു സമീപത്ത് കാലിക്കട് ടൗണിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ലഹരി വേട്ടയെ സംബന്ധിച്ചുള്ള വിവരം പോലീസിൽ നിന്ന് തന്നെ, അതായത് ചന്തേര സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇവരിത് അറിയിക്കുന്നത്. അങ്ങനെയാണ് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അവിടെ എത്തുകയും അവിടെ എത്തിയതിനു ശേഷം പോലീസ് ഈ മെഹസർ തയ്യാറാക്കുന്ന നടപടിക്രമത്തിനിടെ ഈ സാക്ഷികളായി ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നതാണ് യൂത്ത് കോൺഗ്രസ് ഇതിൽ വിശദീകരിക്കുന്നത്. എന്നാൽ DYFI ഉൾപ്പെടെ ഇതിൽ ആരോപിക്കുന്നു അതിൽ ദുരൂഹതയുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തന്നെ കൃത്യമായി ആ നടപടിക്രമം നടക്കുമ്പോൾ അങ്ങോട്ട് വിളിച്ചു വരുത്തി അവരവിടെ എത്തുന്നു എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ദുരൂഹതയുണ്ട്. ഇതൊരു പക്ഷേ ഈ കേസിന്റെ ഭാവിയിൽ ഈ സാക്ഷികളായി ഒപ്പുവെച്ചവർ മൊഴി മാറ്റുന്നതിന് വേണ്ടി ഉൾപ്പെടെ അത് ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം. അങ്ങനെ കേസിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഇത് മാറിയേക്കാം. നിലവിൽ രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഒരു ഭാഗത്ത് പുറത്തു വരുമ്പോഴാണ് ഈ സാക്ഷികളായി ഒപ്പുവെച്ചത് യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളാണ് എന്ന വിവരം കൂടി വരുന്നത്. അതിലാണ് ഈ സംശയവും ദുരൂഹതയൊക്കെ DYFI ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണം ഒരു ഭാഗത്തുണ്ട്. പോലീസ് ഇതിൽ പറയുന്നത് അതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല, അതിൽ പൊതുപ്രവർത്തകർ എന്ന നിലയിലാണ് തൊട്ടടുത്ത് ഉണ്ടായതുകൊണ്ട് അവരെ വിളിച്ചു വരുത്തുകയും ആ മെഹസറിൽ ഒപ്പുവെക്കുകയും ചെയ്തത് എന്നതാണ്. കേസിന്റെ ഭാവിയൊന്നും അത് ബാധിക്കില്ല എന്നാണ് പോലീസ് എന്തായാലും വിശദീകരിക്കുന്നത്. എന്നാൽ നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം സുപ്രധാനമാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അതിൽ സാക്ഷികളായി ഒപ്പുവെച്ചു. അതാണ് വെറുതെ ഒരു പരിപാടിക്ക് നിൽക്കുമ്പോൾ അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരെ തന്നെ തെരഞ്ഞുപിടിച്ച് വിളിച്ചു വരുത്തി സാക്ഷികളാക്കി ഒപ്പിടേണ്ട സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്കിടയിലെ ബന്ധം എന്നതുകൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ്. അരുൺ പൂപ്പറമ്പ് വിശദാംശങ്ങൾ നൽകുകയാണ്.